Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of methods of trading in stock exchange. Methods of trading in stock exchange first method ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനുവൽ ട്രേഡിംഗ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. Two methods ആണ് ഉള്ളത്. There are mainly two methods adopted for trading in stock exchange such as manual trading and online trading. അപ്പോൾ മാനുവൽ ട്രേഡിങ്ങും ഓൺലൈൻ ട്രേഡിങ്ങും ആണുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ മാനുവൽ ട്രേഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. മാനുവൽ ട്രേഡിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്താണ് ആ സ്റ്റെപ്സുകൾ എന്ന് ഫസ്റ്റ് നോക്കാം. ഒന്നാമത്തത് ചൂസ് ബ്രോക്കേഴ്സ്. ചൂസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് എൻട്രി ഇല്ല, ഡയറക്റ്റ് ട്രേഡിംഗ് നടത്താൻ കഴിയില്ല. ദ ഇൻവെസ്റ്റർ കനോട്ട് ട്രേഡ് ഇൻ ദ stock exchange directly. So he chose a well-versed broker or efficient broker. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഹി ക്യാൻ ഓൺലി ട്രാൻസാക്ട് ബിസിനസ് ത്രൂ എ മെമ്പർ സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ മെമ്പറായിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറിലൂടെ മാത്രമേ നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ബാങ്കർ ക്യാൻ ബിക്കം മെമ്പർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ് പെർ പ്രസൻറ്റ് റെഗുലേഷൻ. ഇപ്പോൾ മെമ്പറായിട്ട് ബാങ്കറും ആക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കറെ നമുക്ക് എന്ത് ചെയ്യാം? നിയമിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രോക്കറെ വേണം സെലക്ട് ചെയ്യാൻ. അയാൾക്ക് നന്നായിട്ട് ഈ സ്കില്ലുള്ള ആളായിരിക്കണം. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഒരു ഇൻവെസ്റ്റർ ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ചൂസ് എ ബ്രോക്കർ. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ദ ബ്രോക്കർ. അതായത് ഒരു ബ്രോക്കറുമായിട്ട് ക്ലയൻറ്റ് കണ്ടുമുട്ടി അയാൾ ഈ ബ്രോക്കറിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. ആ അക്കൗണ്ട് ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് മാറിയപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടായി. സത്യത്തിൽ ആദ്യം മാനുവൽ അക്കൗണ്ട് ആയിരുന്നു, മാനുവൽ ട്രേഡിംഗ് ആയിരുന്ന സമയത്ത് ബ്രോക്കറുമായിട്ട് ഡയറക്റ്റ് കണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് അക്കൗണ്ട് അന്ന് മാൻഡേറ്ററി ആയിരുന്നില്ല, നിർബന്ധം ഉണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ബ്രോക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ബ്രോക്കറെ ഏൽപ്പിക്കുമ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യുമായിരുന്നു? കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് മാൻഡേറ്ററി ആയിരുന്നില്ല ഈ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അക്കൗണ്ടിലാണ് നമ്മളുടെ എല്ലാ ട്രേഡിങ്ങും നടത്തിയിരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ അവരെയും നമുക്ക് ഏൽപ്പിക്കാം. മൂന്നാമത്തത് പ്ലേസിങ് ദ ഓർഡർ പ്ലേസ് ചെയ്യുക. നമ്മൾ ഓർഡർ കൊടുക്കുക. ഗിവ് ആൻ ഓർഡർ ടു പർച്ചേസ് ഓർ സെയിൽ ഓഫ് ദി സെക്യൂരിറ്റീസ് ആണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യും? അത് ഓർഡർ ബുക്കിൽ, അത് റഫ് മെമ്മോ ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാവും. ദെൻ അതിന് ശേഷം അദ്ദേഹം അത് ഓർഡർ ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യും. ആദ്യം റഫ് മെമ്മോ ബുക്കിൽ റെക്കോർഡ് ചെയ്യും, ദെൻ ഓർഡർ ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ ഓർഡർ കൊടുക്കാൻ വേണമെങ്കിൽ ടെലഗ്രാമിലൂടെ ഓർഡർ കൊടുക്കാം, ടെലഫോണിലൂടെ, ലെറ്റർ, ഫാക്സ് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇമെയിൽ ചെയ്തിട്ടോ നമുക്ക് ഓർഡർ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്ലേസിങ് ഇൻ ഓർഡർ. എങ്ങനെയാണ് നമുക്ക് ഓർഡർ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ, അറ്റ് ബെസ്റ്റ് ഓർഡർ ഓർ മാർക്കറ്റ് ഓർഡർ.
ബെസ്റ്റ് ഓർഡർ എന്നും പറയാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ കൊടുക്കാം. ഫസ്റ്റ് പറയുന്നത് മാർക്കറ്റ് ഓർഡറിനെ കുറിച്ചിട്ടാണ്. പലതരം ഓർഡർ ഉണ്ട്, അതിൽ ഇഷ്ടമുള്ള ഓർഡർ നമുക്ക് കൊടുക്കാം. ഇവിടെ when an order is placed with the broker, it does not mention the specific price. ഇവിടെ നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ഒരു സ്പെസിഫിക് പ്രൈസ് പറയാതെ നമ്മൾ ഓർഡർ കൊടുക്കണം. നമുക്ക് ഇപ്പോൾ ബ്രോക്കർ പറയുകയാണ് 200 ACC സിമെൻറ്റ് വേണം. ACC കമ്പനിയുടെ, സിമെൻറ്റ് കമ്പനിയുടെ നമുക്ക് എന്ത് വേണം, ഷെയർസ് വേണം. സിമെൻ്റ് അല്ല കേട്ടോ, ACC ഷെയർ വേണം എന്ന് പറയുകയാണെങ്കിൽ ബൈ 200 വിംകോ ACC അറ്റ് ബെസ്റ്റ്, അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ACC നമുക്ക് വേണം. അല്ലെങ്കിൽ ബൈ 200 വിപ്രോ അറ്റ് ബെസ്റ്റ്, വിപ്രോൻ്റെ ഷെയർ ബെസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. 200 വിപ്രോൻ്റെ ഷെയർ വേണം. അല്ലെങ്കിൽ നമുക്ക് ജിയോജിത്ത് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് വേണം. SBI, അങ്ങനെ നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് പറയാതെ ഷെയർ പറയാം, ഇത്ര ഷെയർ വേണം എന്നുള്ളത് നമ്മൾ പറയാം. അത് ബെസ്റ്റായിട്ട് വേണം. അത് പറയുന്നത്, ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അറ്റ് ബെസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രൈസ് പറയുന്നില്ല, പക്ഷെ നമുക്ക് സ്യൂട്ടബിളായ പ്രൈസ് ആണെങ്കിൽ നമ്മൾ എടുക്കും എന്നുള്ളതാണ് അറ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ടു ദ ബ്രോക്കർ ടു ബൈ ഷെയർസ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ബെസ്റ്റ് പ്രൈസ്. കണ്ട, ടു ദ ബ്രോക്കർ എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ്, ടു ബൈ ഷെയർസ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ബെസ്റ്റ് പ്രൈസ്. ബെസ്റ്റ് പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് വിൽക്കാം എന്ന് പറയുന്നതാണ് അറ്റ് ബെസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിമിറ്റ് വെക്കുക. എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഇപ്പം മാർക്കറ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളത് വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയാം 105 വെറുതെ 105 കൊടുക്കുകയാണ്. നമ്മൾ സെൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയണത്, സെൽ 100 ഗോദാവരി ഫെർട്ടിലൈസേഴ്സ് അറ്റ് ₹105. ഓക്കെ, 105-ന് നമ്മൾ എന്ത് ചെയ്യുക, അത് വിൽക്കാമെന്ന് നമ്മൾ പറയുകയാണ്. മനസ്സിലായോ? പക്ഷേ ആക്ച്വലി അതിന് എത്രയേ ഉള്ളൂ, 100 ഉള്ളൂ. പക്ഷെ അത് ഏതുവരെ നമുക്ക് പോവാം, 105 രൂപ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ഔട്ട് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ അത് തന്നെ നമ്മൾ പുറത്ത് ബൈ ചെയ്യുകയാണെങ്കിലോ 95 വരെ നമുക്ക് കൊടുക്കാം. 95 ബൈ ചെയ്യാൻ 95-ഉം 100, അതൊരു എന്താ പറയുക, കോട്ടഡ് പ്രൈസാണ്. ഇത്ര കോട്ട വെച്ചിരിക്കുകയാണ്. അത് ആ കോട്ട കൊടുത്തതിൻ്റെ ഇടയിൽ വരുന്ന പ്രൈസിന് നമ്മൾ വാങ്ങിക്കുകയാണ്. മനസ്സിലായോ? 100-നും 105-നും 95-നും 100-നും ഇടയിലുള്ള പ്രൈസ് വന്നു കഴിഞ്ഞാൽ 95 ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയും 105 ആണെങ്കിൽ നമ്മൾ വിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട കൊടുക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഫിക്സ് ദ പ്രൈസ് ഫോർ പർച്ചേസ് ഓർ സെയിൽ ഈസ് മെൻഷൻഡ് ബൈ ദ ക്ലയൻറ്റ്. സെൽ 100 ഗോദാവരി ഫെർട്ടിലൈസേഴ്സ് അറ്റ് ₹35. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഒരു സെയിൽ നടന്നിട്ടില്ല എങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അതാണ് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ. ഇഫ് ദ സെയിൽസ് ആർ നോട്ട് ഡൺ അറ്റ് ദ കോട്ടഡ് പ്രൈസ്, അവിടെ ഉണ്ടാവും കോട്ടഡ് പ്രൈസ്, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഓർഡർ ക്യാൻസൽഡ്. നമ്മൾ പറഞ്ഞ കോട്ടർ ചെയ്തിട്ടുള്ള പ്രൈസിന് അത് വിറ്റ് പോയിട്ടില്ല എങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം, നമുക്കത് ഓർഡർ ക്യാൻസൽ ചെയ്യാം. സെൽ 120 പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗിഫ്റ്റ്സ് അറ്റ് ₹24 ഇമ്മീഡിയറ്റ്ലി. അതാണ് പറയുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് വിറ്റിയില്ല, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റിയില്ല, നമുക്ക് ആവശ്യമുണ്ട്, വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാം. അതാണ് പറയുന്നത്.
ഇനി ഫോർത്ത് വൺ ഡിസ്ക്രിഷണറി ഓർഡർ. എന്താ ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ഓർഡർ ഗിവൺ ടു ദ ബ്രോക്കർ ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ് അറ്റ് ഹിസ് ഡിസ്ക്രിഷണറി പ്രൈസ്. അതായത് ബ്രോക്കറിന് നമുക്ക് ഓർഡർ കൊടുക്കാം നമ്മളുടെ ഡിസ്ക്രിഷണറി പ്രൈസിനനുസരിച്ച്, നമ്മളുടെ ഇഷ്ടത്തിൻ്റെ പ്രൈസിനനുസരിച്ച്, നമ്മളുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എത്രയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് നമ്മളുടെ അധികാരത്തിൽ പെടുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളത് അതാണ് പറയുന്നത്, നമ്മളുടെ ഓർഡർ പ്രൈസ് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫുൾ ഡിസ്ക്രിഷൻ ഈസ് നോട്ട് ഗിവൺ ടു ദ ബ്രോക്കർ. ബ്രോക്കറിന് എന്ത് ചെയ്യില്ല, ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അത് ബ്രോക്കർക്കാണ് ഡിസ്ക്രിഷണറി പവർ കൊടുക്കണം കേട്ടോ. അത് ലിമിറ്റഡ് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. എല്ലാ പവറും കൊടുക്കുന്നത് ബ്രോക്കർക്കാണ് കേട്ടോ. ഇൻ ഓർഡർ ടു ഗിവൺ ടു ദ ബ്രോക്കർ ടു ബൈ സെൽ സെക്യൂരിറ്റി അറ്റ് ഹിസ് ഡിസ്ക്രിഷണറി പ്രൈസ്. ബ്രോക്കറിൻ്റെ ഡിസ്ക്രിഷണറി പവറിൽ വരുന്നതാണ്, നമ്മൾ അയാൾക്ക് കൊടുക്കുകയാണ് ഡിസ്ക്രിഷണറി പവർ. അയാൾ എത്ര പ്രൈസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ ബ്രോക്കർക്ക് കൊടുക്കുള്ളൂ. അയാളുടെ ഇഷ്ടത്തിന് പ്രൈസ് ഇടാനുള്ള ഒരു ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം ആരുടെ ഡയറക്ഷനിലായിരിക്കും? നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എൻ ഓർഡർ സെർവ്ഡ് ബൈ ദ ക്ലയൻറ്റ് ടു ദ ബ്രോക്കർ to buy sell security within a specified price range within a specified period as per his judgment. അത് ക്ലയൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിനനുസരിച്ച് ബ്രോക്കറാണ് ഓർഡർ കൊടുക്കുക. അതാണ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുന്നത്. ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡിസ്ക്രിഷണറി ഓർഡർ. ഹിയർ നോ ടൈം ഓർ പ്രൈസ് ലിമിറ്റ് ഈസ് സ്പെസിഫൈഡ്. ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ടൈമോ പ്രൈസോ പറയാതെ നമ്മൾ വെറുതെ ഓർഡർ കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ കൊടുക്കുന്നതാണ് ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞത്. സെവൻത്ത് വൺ സ്റ്റോപ്പ് ലോസ് ഓർഡർ. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കാനുള്ള പ്രൈസ് ഒരു പർട്ടിക്കുലർ പ്രൈസ് വെച്ചിട്ടുണ്ടാവും. 95 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SCC സിമെൻറ്റിൻ്റെ 95 റുപ്പീസ് കുറയുകയാണെങ്കിൽ 95ഉം കൂടിയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ 105ഉം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ 95നും എന്താ പറയുക കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മളത് വാങ്ങിക്കൂല. 95 വത്തിയാൽ മാത്രമേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതാണ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് വാങ്ങിക്കണേലും നമുക്ക് ലോസ് ഉണ്ടാവും, വിൽക്കണേലും ലോസ് ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ വാങ്ങിക്കുന്നത് 95നാണ്, മനസ്സിലായോ? പക്ഷെ നമ്മൾ സാധാരണ ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നത് 95നാണ് എങ്കിൽ ഓക്കെ, 96 നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്നത് ഈ 95ൻ്റെയും 105ൻ്റെയും ബാൻഡ് വിഡ്ത്തിനുള്ളിൽ നമ്മൾ 104 വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞ് പോവുകയാണ്. നെക്സ്റ്റ് സെവൻത്ത് വൺ സ്റ്റോപ്പ് ലോസ് ഓർഡർ. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ലോസ് ആവുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡർ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പരിധി, ഇപ്പോൾ ഒരു ബാൻഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറവായിട്ട് നമ്മൾ വിൽക്കാൻ വെച്ച ഓർഡറിൻ്റെ പ്രൈസ് കുറഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുകയാണ്. അതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറവായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ലോസ് തന്നെയല്ലേ വരിക. അപ്പോൾ ആ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുന്നത്. ക്ലയൻറ്റ് ടു ദ ബ്രോക്കർ ടു സെൽ സെക്യൂരിറ്റീസ് വെൻ ദ പ്രൈസ് റെഡ്യൂസസ് അപ് ടു എ പർട്ടിക്കുലർ ലെവൽ. അതായത് നമ്മൾ സെക്യൂരിറ്റി സെല് ചെയ്യുമ്പോൾ
ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈസ് ഒരു പെർട്ടിക്കുലർ ലെവലിനേക്കാളും താഴ്ന്നു പോകും. നമ്മൾ വാങ്ങിച്ച പ്രൈസിനേക്കാളും താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കും. ഓർ ടു ബൈ വെൻ ദ പ്രൈസസ് ആർ എൻഹാൻസ്ഡ് അപ് ടു ദ ലെവൽ, ഒരു ലെവലിനേക്കാളും കൂടുതലായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് പോവുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കും. ഇറ്റ് മെയിൻലി പ്രൊട്ടക്ട് ദ ക്ലയൻസ് ഫ്രം ഇൻകറിങ് ഹെവി ലോസസ് ഡ്യൂ ടു റൈസ് ഓർ fall in പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത് നമ്മളുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് റൈസ് ചെയ്യുന്നതിൽ നിന്നും ഫോൾ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡേ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് വാലിഡ് ഫോർ 1 day, ഒരു ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ്. ഇത് നമ്മൾ ഏത് ദിവസമാണോ പറഞ്ഞിട്ടുള്ളത് ആ ദിവസം മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദ ഓർഡർ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് ഓൺ ദ ഡേ മെൻഷൻഡ് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ലാപ്സ്ഡ്. ആ ദിവസം മാത്രം, വാലിഡ് ഫോർ 1, ഒരു ദിവസത്തേക്ക് മാത്രമാണ്. ആ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലാപ്സ്, ഈ ഡേ ഓർഡർ ലാപ്സ് ആയി പോകും. അത് നമ്മൾ ആ പറഞ്ഞ ദിവസം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഇത് ലാപ്സായി പോകുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ നമ്മളുടെ ട്രേഡിങ് ഡേയ്സ് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. ആ മൺഡേ ടു ഫ്രൈഡേയിൽ 12 noon to 2 PM ആണ് ഓൾ വർക്കിംഗ് ഡേയ്സിലുള്ള ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഓർഡർ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് അധികമായിട്ട് നമ്മൾക്ക് 9:30 to 3:30 ആണ്. എങ്കിലും കൂടി 12 noon to 2 PM ആണ് ഓർഡേഴ്സ് പോകുന്നത്. പിന്നെ സാറ്റർഡേയിൽ 1 hour പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സാറ്റർഡേ സ്പെഷ്യൽ 1 hour സെഷൻ ഓൺ സാറ്റർഡേ. ആക്ച്വലി സാറ്റർഡേ നടക്കാറില്ല എങ്കിലും മൺഡേ ടു ഫ്രൈഡേ ആണ് മെയിനായിട്ട് നടക്കുന്നത്. അത് വർക്ക് ചെയ്യുന്ന ടൈം, ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം 12 noon to 2 PM ആണ്. നിങ്ങൾക്ക് ആ സമയത്ത് നോക്കിയാൽ കാണാം നന്നായിട്ട് ട്രേഡ് നടക്കുന്ന സമയം ആ സമയത്താണ്. ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാവരും വാച്ച് ചെയ്യാണ്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് വാച്ച് ചെയ്യുന്ന ടൈമാണ് ബാക്കിയുള്ള ടൈം. ആക്ച്വലി നടക്കുന്നത്, ഈ ട്രേഡിങ് കൂടുതലായി നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയാണ്. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ പിന്നെ ജോബറുണ്ട്, അതേപോലെ തന്നെ ബ്രോക്കറുണ്ട്. ബ്രോക്കറും ഇതിനെ ജോബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബൾക്കായിട്ടത് അവർ വാങ്ങിച്ചിട്ട് ക്വിക്കായിട്ടത് വിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് അവർ വിൽക്കും അറ്റ് എ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഒരു സ്പെക്കുലേറ്റേഴ്സിൻ്റെ ഒരു സ്വഭാവം വരയിലുണ്ട്. കാരണം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള, മേക്കിംഗ് പ്രോഫിറ്റ് നിന്നുള്ള പർപ്പസോട് കൂടിയിട്ട് വരുന്ന ഒരു ടീമാണ് ജോബേഴ്സ് എന്ന് പറയുന്നത്. ഈ ജോബേഴ്സും ബ്രോക്കേഴ്സും തമ്മിൽ ഒരു ധാരണയിലെത്തും. എങ്ങനെ അവരൊരു എന്താ പറയുക, ബാർഗെയിൻ ചെയ്തിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുകയും ആ ഫിക്സ് ചെയ്ത പ്രൈസ് ഒരു റഫ് ബുക്കിലേക്ക് എഴുതുകയും, ആ റഫ് ബുക്കിനെ പറയുന്ന പേരാണ് ചൗപ്രി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, റഫായിട്ടുള്ള ഒരു മെമ്മോയിൽ എഴുതുന്നു. അതേ തന്നെയാണ് ചൗപ്രി ബുക്കിൽ എഴുതും. അതിന് ശേഷം അത് മെയിൻ ബുക്കായിട്ടുള്ള സൗദ ബ്ലോക്ക് ബുക്കിലേക്ക് അത് റെക്കോർഡ് ചെയ്യും. അതിന് ശേഷമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൺഫർമേഷൻ മെമ്മോ കൊടുത്തിട്ട് ആ ഇൻഫോർമേഷൻ പിറ്റത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വരുന്നതൊക്കെ അങ്ങനെയാണ് ഈ കഥ. പക്ഷേ ആക്ച്വലി നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതിന് ഇത് മതി. ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴേ ബാക്കിയുള്ളതൊക്കെ ആവശ്യമായി വരുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് കോൺട്രാക്റ്റ് നോട്ട്. പ്രിപ്പറേഷൻ ഓഫ് കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ
ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എക്സിക്യൂഷൻ കൊടുത്തു, എന്നിട്ട് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ കോൺട്രാക്റ്റ് നോട്ട് ഉണ്ടാക്കുന്നത് ബ്രോക്കറും ക്ലയൻറ്റും തമ്മിലാണ്. ഇത്ര ഇത്ര സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന പ്രൈസിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് നോട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് നോട്ട് ഈസ് റിട്ടൺ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബ്രോക്കർ ആൻഡ് ദ ക്ലയൻറ്റ് ഫോർ ദ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ്. അവർ എക്സിക്യൂട്ട് ചെയ്ത ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു റിട്ടൺ അഗ്രിമെൻ്റാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറയുന്നത്. കൺഫർമേഷൻ ഓഫ് ട്രേഡ്സ് ഡൺ ഓൺ എ പർട്ടിക്കുലർ ഡേ ഓർ ഓൺ ബിഹാഫ് ഓഫ് ക്ലയൻറ്റ്. ഇതിൻ്റെ കൺഫർമേഷൻ നടത്തുന്നത് എങ്ങനെ? ഒരു പെർട്ടിക്കുലർ ഡേയിലാണ് നടത്തുക. ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് എൻ ക്ലയൻറ്റിൻ്റെ പേരിലാണ് ഇതിൻ്റെ കൺഫർമേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് നോട്ട് ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ്. ഇത്ര നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ്, പ്രൈസ്, ബ്രോക്കേഴ്സ് കമ്മീഷൻ, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് ലീഗലി എൻഫോഴ്സിബിൾ റിലേഷൻഷിപ്പാണ്. എല്ലാ കാര്യങ്ങളും ആ കോൺട്രാക്റ്റ് നോട്ടിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് സെറ്റിൽമെൻറ്റ് ട്രാൻസാക്ഷൻ ആണ്. സെറ്റിൽമെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിക്യൂഷൻ നടത്തി, നമ്മൾ ഓർഡർ എക്സിക്യൂഷൻ നടത്തി അതിന് ശേഷം നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലയൻറ്റും അതേപോലെ ബ്രോക്കറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ദെൻ അതിന് ശേഷം നമ്മൾ പൈസ കൊടുക്കുകയും എന്ത് ചെയ്യണം, സെക്യൂരിറ്റി വാങ്ങുകയും വേണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുകയും പൈസ കിട്ടുകയും വേണം. സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കും, പൈസ കിട്ടും. വാങ്ങിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള കാശ് കൊടുക്കുകയും നമുക്ക് സെക്യൂരിറ്റി കിട്ടുകയും ചെയ്യും. രണ്ടാണെങ്കിലും നമ്മൾ സെറ്റിൽമെൻറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റിൽമെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് T+2 ആണ്, ട്രേഡിംഗ് ഡേ +2. ട്രേഡിംഗ് ഡേ എന്നാണ് നടക്കുന്നത്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് സെറ്റിൽമെൻറ്റ് കൊടുക്കുക. ട്രേഡിംഗ് ഡേ മൺഡേ ആണെങ്കിൽ വെനസ്ഡേ ആണ് സെറ്റിൽമെൻറ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് ഡേ മൺഡേ ആണെങ്കിൽ നമ്മൾ നോക്കുന്നു, മൺഡേ കഴിഞ്ഞ ചൊവ്വാഴ്ച എന്താണ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, വെനസ്ഡേ. അപ്പോൾ വെനസ്ഡേ ആണ് കൊടുക്കുക. അതാണ് T+2 ഓർ ട്രേഡിംഗ് ഡേ +2 സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് റോളിംഗ് സെറ്റിൽമെൻറ്റ് 5 ആയിരുന്നു. അതൊക്കെ ഞാൻ പറയാൻ പോകുന്നതാണ്. സ്പോട്ട് ഡെലിവറി സെറ്റിൽമെൻറ്റ്. എന്താണ് സ്പോട്ട് ഡെലിവറി സെറ്റിൽമെൻറ്റ്? ആ സ്പോട്ടിൽ തന്നെ ഡെലിവറി സെറ്റിൽമെൻറ്റ് നടത്തുക. സെക്യൂരിറ്റി കൊടുക്കുകയും ക്യാഷ് വാങ്ങിക്കുകയും ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ തന്നെ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയ പോലെ തന്നെയാണ് ഈ അവസ്ഥ. ഇൻ എ സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട്, ദ ഡെലിവറി ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ പേയ്മെൻറ്റ് ഓഫ് ദം ഹാവ് ടു ബി കൺക്ലൂഡഡ് ഓൺ ദ സെയിം ഡേ ഓർ ദ നെക്സ്റ്റ് ഡേ. അല്ലെങ്കിൽ ഒന്നുകിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം ഡേ. മെയിൻലി സെയിം ഡേ ആണ് നടത്താറ്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുന്നത് അറ്റ് എ ടൈമിൽ തന്നെയാണെങ്കിൽ സ്പോട്ട് ഡെലിവറി സെറ്റിൽമെൻറ്റ്. ഇനി സെക്കൻഡ്, ഹാൻഡ് ഡെലിവറി സെറ്റിൽമെൻറ്റ്. ഹാൻഡ് ഡെലിവറി സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ട് 14 ദിവസം വരെ കൊടുക്കും. ആ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസിൻ്റെ പേയ്മെൻറ്റും അതേപോലെ തന്നെ ഇതും എന്താ പറയുക, പേയ്മെൻറ്റും അതേപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റും കൊടുക്കാം. അതിനുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഹാൻഡ് ഡെലിവറി സെറ്റിൽമെൻറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതിൽ മെൻഷൻ ചെയ്ത പോലെ ചെയ്യുക. മാക്സിമം 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതാണ് അവിടെ പറയുന്നത്. ദ ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് പേയ്മെൻറ്റ് ആർ എഫക്റ്റഡ് വിത്തിൻ എ stipulated time period which is mentioned in the agreement. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ വിത്തിൻ 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് കോൺട്രാക്ട് വിച്ച് ഈസ് ഏർലിയർ. എന്താണ് കോൺട്രാക്റ്റിൽ പറഞ്ഞ 14 ദിവസം, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു 14 ദിവസം വരെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്, കയ്യിൽ കൊടുക്കുകയാണല്ലോ, അതിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കണം. അതിനെ
കഴിയാൻ പാടില്ല. ഒന്നുകിൽ 14 ദിവസം ആവണതിന് മുന്നേ തന്നെ നമുക്ക് ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് നടത്താം. അല്ല അതിന് ശേഷം ആണെങ്കിൽ അത് ലാപ്സായി പോകും. അത് ശ്രദ്ധിക്കുക. ഇനി ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് എന്താണെന്ന് പറയാം. ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്ലിയറിംഗ് ഹൗസ് മുഖേന എന്ത് ചെയ്യണം, ഒരു നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്നത് ക്ലിയറിംഗ് സെറ്റിൽമെൻ്റ് ആണ്. ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്. അതൊരു ഏജൻസിയാണ്. ക്ലിയറിംഗ് ഹൗസ് ഏജൻസിയാണ്, ഒരു സെൻട്രൽ ഏജൻസിയാണ്. അത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ പേയ്മെൻറ്റും അതേപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവറിയും കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ദി ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതാണ് ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ്. അത് മുഖേന നടത്തുന്നതാണ് ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്പോട്ട് ഡെലിവറി, ഹാൻഡ് ഡെലിവറി, ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ്. നെക്സ്റ്റ് പറയാനുള്ളത് സ്പെഷ്യൽ ഡെലിവറി സെറ്റിൽമെൻറ്റ്. എന്താണ് സ്പെഷ്യൽ ഡെലിവറി സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ ഡെലിവറി സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് നടത്തുന്നത് 14 days കഴിഞ്ഞിട്ട് എക്സീഡിങ് 14 days ഫോളോയിങ് ദ ഡേറ്റ് ഓഫ് ദി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാളും 14 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് എങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ഡെലിവറി നടത്തുന്നതെങ്കിൽ അതിന് നമുക്ക് സ്പെഷ്യൽ ഡെലിവറി സെറ്റിൽമെൻറ്റ് എന്ന് പറയാം. Delivery of securities and payment are done at any time exceeding 14 days. 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് അറ്റ് എനി ടൈമിൽ നമ്മളത് കൊടുക്കുകയാണ്. അത് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്റ്റ്. അത് പ്രത്യേകം പറയണം, അത് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്റ്റ് ആൻഡ് ഗവേണിംഗ് ബോർഡ്. ആരൊക്കെയാണോ ഇത് റെഗുലേറ്ററി ബോർഡ് ഉള്ളത്, സെബി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ ഗവേണിംഗ് ബോർഡിനൊക്കെ അറിയിച്ചിട്ട് നമ്മൾ 14 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഏത് ഡേറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസ് ഡെലിവറി ചെയ്യാം, അതേപോലെ പേയ്മെൻറ്റ് നടത്താം. ഇനി നെക്സ്റ്റ് പറയുന്നത് T+2 സെറ്റിൽമെൻ്റ് ആണ്. ട്രേഡിംഗ് ഡേ +2 സെറ്റിൽമെൻറ്റ് സൈക്കിളാണ് പറയുന്നത്. അതിൽ ആദ്യം സെബി ഇൻട്രൊഡ്യൂസ് ചെയ്ത T+5 റോളിംഗ് സെറ്റിൽമെൻ്റ് ആണ്. അത് ജൂലൈ 2001 അതായത് മൺഡേയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെലിവറി നടക്കുന്നതും പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് നടത്തുന്നതും ഫ്രൈഡേ ആയിരിക്കും, 5ാമത്തെ ദിവസം. പിന്നെ സെറ്റിൽമെൻറ്റ് സൈക്കിൾ T+3 വന്നു. അത് ഏപ്രിൽ 2002 T+3 എന്ന് പറയുമ്പോൾ നമ്മൾ മൺഡേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തേഴ്സ്ഡേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയാം, T+3 എന്ന് പറയാം. പിന്നെ T+2 സെറ്റിൽമെൻറ്റ് വന്നു. അത് വന്നത് എന്താണ്, ഇതൊക്കെ വന്നിട്ടുള്ളത് റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ കറക്റ്റ് പൈസ കൊടുക്കാതിരിക്കുകയും അതേപോലെ ഷെയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി വന്ന സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് ഇത്, ഈ പറഞ്ഞ സിസ്റ്റം. പിന്നെ ഏറ്റവും കുറച്ച് വന്നു T+2 വന്നു. T+2 വന്ന് നോക്കുമ്പോൾ മൺഡേ കൊടുത്തത് വെനസ്ഡേയിൽ അത് കിട്ടുക എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ അതും എന്താണ്, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഡെയിലി സെറ്റിൽമെൻറ്റും കൂടിയിട്ട് ഇന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതെ, 24 hours fulfillment of the order so that the settlement can take place. The broker is required to confirm the execution of the trade in the same day. Confirmation of the trade is sent through email on the same day to the client. അപ്പം നമുക്ക് ഇത് 1 day വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾക്കപ്പോൾ നമുക്ക് എന്ത് ഇമെയിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് എല്ലാത്തരം ഓൺലൈൻ ഫെസിലിറ്റി ഫോർ ദി ക്യാഷ് പേയ്മെൻറ്റ്, ഓക്കെ, നെഫ്റ്റും പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ പേ, ഇനി എന്തൊക്കെ വേണം അതൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ T+2 വേണ്ട, അപ്പം ഡെയിലി സെറ്റിൽമെൻറ്റ് തന്നെ നടത്താവുന്നതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്ലിയറിംഗ് പ്രൊസീജിയേഴ്സ്. ക്ലിയറിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്നറിയാവോ? ക്ലിയറിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സെറ്റിൽമെൻറ്റ് പീരിയഡ് ദ ബ്രോക്കർ ഹാസ് 3 ഓപ്ഷൻസ്. ഈ സെറ്റിൽമെൻറ്റ് പീരിയഡിൽ ബ്രോക്കറിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ടു കംപ്ലീറ്റ് ദ കോൺട്രാക്ട് ബൈ മേക്കിംഗ് പേയ്മെൻറ്റ് ആൻഡ് ടേക്ക് ഡെലിവറി ഓഫ് ദ സ്ക്രിപ്പ്. അതായത് ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പേയ്മെൻറ്റ് നടത്തുകയും വേണം, ഡെലിവറി നടത്തണം. സ്ക്രിപ്പ് അതായത് സ്റ്റോക്ക് ഡെലിവറി നടത്തുകയും പേയ്മെൻറ്റ് നടത്തണം. എന്നാൽ മാത്രമേ പ്രൊസീജിയർ ക്ലിയർ ആവുള്ളൂ. രണ്ടാമത്തത് ടെർമിനേറ്റ് ദ കോൺട്രാക്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ബൈ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ അവസാനിപ്പിക്കുക. അപ്പോഴും അവർക്ക് പ്രൊസീജിയർ ക്ലിയർ ആവും. മൂന്നാമത്തത് ക്യാരി ഫോർവേഡ് ദ കോൺട്രാക്ട് ടു എ സബ്സീക്വൻറ്റ് പീരിയഡ്. ദ ഫസ്റ്റ് 2 ഓപ്പറേഷൻസ് ആർ സിമ്പിൾ. അല്ലെങ്കിൽ എന്താ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ടെർമിനേറ്റ് ചെയ്യാനും നിൽക്കണില്ല, പേയ്മെൻറ്റ് നടത്താനും ഇതാക്കാനും നിൽക്കണില്ല. നമ്മളുടെ ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്? ക്യാരി ഫോർവേഡ് ചെയ്യാണ്. അതായത് ഇന്ന് നടത്താനുള്ള കോൺട്രാക്റ്റ് നാളേക്കുള്ളത് ആക്കി മാറ്റുകയാണ്. ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിലും അതെന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇനി പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്തൊക്കെയാണ്? ഇതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞത്, മാനുവൽ ട്രേഡിങ്ങിൽ choose brokers, opening an account with the broker, placing the order, then execution of the order, then preparation of the contract note, സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ക്ലിയറിംഗ് പ്രൊസീജിയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.